CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എറണാകുളം കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി എത്തിച്ച ആനയിടഞ്ഞ് ലോറി ഡ്രൈവർ കൊല്ലപ്പെട്ടു. കൊല്ലം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. അപകടത്തിൽ ഒന്നാം പാപ്പാനും രണ്ടാം പാപ്പാനും പരിക്കേറ്റിട്ടുണ്ട്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കൊന്നു. വോട്ടെണ്ണലിന് മുന്നോടിയായുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തുതന്നെയായാലും മലപ്പുറം ജില്ലയിൽ UDFന്റെ ആത്മവിശ്വാസത്തിന് ഇടിവില്ല. മുസ്ലിം ലീഗിന് ജില്ലയിൽ ഇത്തവണ 100 മേനി വിജയമുണ്ടാകുമെന്നും മത്സരിച്ച 4 സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും UDF നേതൃത്വം അവകാശപ്പെട്ടു. ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തിന്റെ പോരാട്ട വീര്യവും അവകാശങ്ങളും സ്മരിച്ചുകൊണ്ട് സർവ്വദേശീയ തൊഴിലാളി ദിനം ആചരിച്ചു. കേരളത്തിലും വിവിധ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ നടത്തി. പിതാവ് ഓടിച്ചിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയുടെ പിൻചക്രം കയറിയിറങ്ങി 6 വയസ്സുകാരൻ മരിച്ചു. കൂറ്റനാട് പുത്തൻപീടികയിൽ ഹനീഫയുടെ മകൻ മുഹമ്മദ് ഹൈസനാണ് മരിച്ചത്. എറണാകുളം കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി എത്തിച്ച ആനയിടഞ്ഞ് ലോറി ഡ്രൈവർ കൊല്ലപ്പെട്ടു. കൊല്ലം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. അപകടത്തിൽ ഒന്നാം പാപ്പാനും രണ്ടാം പാപ്പാനും പരിക്കേറ്റിട്ടുണ്ട്. പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. സമീപത്തെ മറ്റൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുത്ത ശേഷം രാവിലെയാണ് ആനയെ കിടങ്ങൂരിൽ എത്തിച്ചത്. കുളിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ ആന പെട്ടെന്ന് പരിഭ്രാന്തി സൃഷ്ടിക്കുകയും അക്രമാസക്തനാവുകയുമായിരുന്നു. ആന ഇടഞ്ഞപ്പോൾ അതിനെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. ഓട്ടോയും പിക്കപ്പ് വാനും ജനറേറ്ററും ആന തകർത്തു. അരുണിമ പാർത്ഥസാരഥി എന്ന ആനയാണ് കഴിഞ്ഞ 2 മണിക്കൂറിൽ എറണാകുളം അങ്കമാലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇപ്പോൾ വാഹനങ്ങൾ പ്രദേശത്ത് നിർത്തിയുള്ള വാഹനങ്ങളൊക്കെ തകർക്കുകയാണ്. ആന നേരത്തെ ഒരാൾക്ക് മരണമടക്കം സംഭവിച്ചിരുന്നു. ആനയെ തളയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും വിഫലമായി തുടരുകയാണ്. 2 മണിക്കൂറിലായിട്ട് ഇതാണ് അവസ്ഥ. ഇടഞ്ഞ ആനയെ മയക്കുവെടിവെച്ച് തളച്ചു. ആനയെ തളയ്ക്കാൻ പാപ്പാന്മാർ ശ്രമിക്കുന്നതിനിടെയാണ് വിഷ്ണുവിന് നേരെ ആക്രമണമുണ്ടായത്. ആന ഇപ്പോൾ ക്ഷേത്രപരിസരത്ത് നിർത്തിയിരുന്ന വാഹനം പൂർണ്ണമായിട്ടും തകർത്തിരിക്കുകയാണ്. CCN ചെറുപ്പുളശ്ശേരി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കൊന്നു. വാഴുവടി കാശിനാഥൻ എന്ന ആനയാണ് രണ്ടാം പാപ്പാനായ ശ്രീകുട്ടനെ ചവിട്ടിക്കൊന്നത്. പരിക്കേറ്റ ഒന്നാം പാപ്പാൻ അമൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ആന ആക്രമിച്ചത്. ഉത്സവത്തിന് എത്തിച്ചതാണ് ആനയെ. ഉത്സവത്തിനിടെ തന്നെ ആന ചെറിയ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഉത്സവത്തിൽ നിന്ന് മാറ്റി സമീപത്തെ പറമ്പിൽ തളച്ചിരിക്കുകയാണ്. ഉച്ചയോടെ തളച്ച ആനയുടെ സമീപത്തുണ്ടായിരുന്ന പാപ്പാന്മാരെ ആക്രമിക്കുകയായിരുന്നു. മരിച്ച രണ്ടാം പാപ്പാന്റെ നെഞ്ചിനാണ് ചവിട്ടേറ്റത്. ഒന്നാം പാപ്പാൻ ചികിത്സയിലാണ്. CCN ചെറുപ്പുളശ്ശേരി. ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തിന്റെ പോരാട്ട വീര്യവും അവകാശങ്ങളും സ്മരിച്ചുകൊണ്ട് സർവ്വദേശീയ തൊഴിലാളി ദിനം ആചരിച്ചു. കേരളത്തിലും വിവിധ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ നടത്തി.
മണിക്കൂർ ജോലി എന്ന ന്യായമായ ആവശ്യത്തിനായി അമേരിക്കയിലെ ഷിക്കാഗോയിൽ തൊഴിലാളികൾ നടത്തിയ ഐതിഹാസിക സമരത്തിന്റെ സ്മരണ പുതുക്കിയാണ് മെയ് 1 ലോകമെങ്ങും തൊഴിലാളി ദിനം ആചരിക്കുന്നത്. കേരളത്തിലും വിവിധ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് മെയ് ദിനം കടന്നുപോകുന്നത്. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പുലർച്ചെ മുതൽ തന്നെ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും പ്രകടനങ്ങളും നടന്നു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ട്രേഡ് യൂണിയൻ ഭാരവാഹികളും പങ്കെടുത്തു. തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെയും പുതിയ കാലത്തെ ലേബർ കോഡുകൾ ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരെയും തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പരിപാടികളിൽ പങ്കെടുത്ത നേതാക്കൾ ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക് CCN. ആശ്വാസമായി വേനൽ മഴയെത്തി. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് മിക്ക ഭാഗങ്ങളിലും മഴയെത്തിയത്. 6 മണിയോടെ ഇടിയും മിന്നലും തുടങ്ങി 7:30യോടെയാണ് മഴ പെയ്തത്. വൈദ്യുതി പ്രതിസന്ധി കൂടി രൂക്ഷമായതോടെ മാനം നോക്കിയിരുന്നവർക്ക് ആശ്വാസവുമായാണ് വേനൽ മഴയെത്തിയത്. പെരിന്തൽമണ്ണ, തൂത, വാണിയംകുളം, ഒറ്റപ്പാലം, വല്ലപ്പുഴ, കൊപ്പം ഭാഗങ്ങളിലും വൈകിട്ടോടെ ശക്തമായി മഴ പെയ്തു. മഴ പെയ്തതോടെ ചൂടിനും നേരിയ കുറവുണ്ട്. പാലക്കാട് ജില്ലയിലെ ശരാശരി താപനില വ്യാഴാഴ്ച 38.7 ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞു. ബുധനാഴ്ച 39.3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നായിരുന്നു അറിയിപ്പ്. പ്രവചിച്ച പോലെയൊന്നുമായില്ലെങ്കിലും കത്തുന്ന വേനലിന് സമാശ്വാസമായി മഴ പെയ്തു. ചിലയിടങ്ങളിൽ മരം വീണ് ഗതാഗതം മുടങ്ങി. ന്യൂസ് ഡെസ്ക് CCN. വ്യാപകമായ വേനൽ മഴയിലും ശക്തമായ കാറ്റിലും അട്ടപ്പാടിയിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് യുവതി മരിച്ചു. കൽക്കണ്ടി സ്വദേശിനി സോണിയയാണ് മരിച്ചത്. 35 വയസ്സാണ്. അട്ടപ്പാടി ചെമ്മണ്ണൂരിൽ വെച്ചായിരുന്നു നാടിനെ നടുക്കിയ ദാരുണാന്ത്യം. കനത്ത മഴയ്ക്കിടെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കവേ സമീപത്തെ മരം ഒടിഞ്ഞ് വീഴുകയായിരുന്നു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ തച്ചമ്പാറ എടായ്ക്കലിൽ KSRTC ബസ്സും ബൈക്കും ഇടിച്ചുണ്ടായ അപകടത്തിൽ കാഞ്ഞിരപ്പുഴ പള്ളിപ്പടി സ്വദേശി സതീഷും മരിച്ചു. CCN മണ്ണാർക്കാട്. മണ്ണാൻ സമുദായ സംഘത്തിന്റെ 21ാമത് സംസ്ഥാന സമ്മേളനം മെയ് 3 ഞായറാഴ്ച മണ്ണാർക്കാട് വെച്ച് നടക്കും. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ രാവിലെ 9:30 മുതലാണ് സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. മണ്ണാൻ, വണ്ണാൻ, പെരുമണ്ണാൻ, പെരുവണ്ണാൻ, വേലൻ, പതിയൻ ഈ പേരുകളിൽ അറിയപ്പെടുന്ന സമുദായങ്ങൾ ഉൾപ്പെട്ട ഒരു സമുദായ സംഘടനയാണ് മണ്ണാൻ സമുദായ സംഘം. 2004 ഈ വിഭാഗങ്ങളിൽ നിന്ന് ഒരു വിഭാഗത്തെ പട്ടികജാതിയിൽ നിന്ന് ഒഴിവാക്കി. പട്ടികജാതിയിൽപ്പെട്ട ആളുകളാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഉപജീവനത്തിന് വേണ്ടി പണ്ട് മുതൽ അലക്ക് തൊഴിലാളികളാണ്, കൽപ്പണി തൊഴിലാളികളാണ്, വൈദ്യ തൊഴിലാളികളാണ്. വിദ്യാഭ്യാസം കിട്ടി പുരോഗതിയുടെ പാതയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ വിഭാഗത്തിലെ പെരുവണ്ണാൻ സമുദായത്തെ 2004 പട്ടികജാതി ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 2004 സംഘടന രൂപീകരിച്ചത്. കോഴിക്കോടാണ് ഇതിന്റെ ആസ്ഥാനം. അതിനുശേഷം പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത് വളരെ വൈകിയാണ്. 2019 2019 കോവിഡ് കാലഘട്ടത്തിലായിരുന്നു. അതിനുശേഷം നമുക്ക് പ്രളയം വന്നു. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ടായി. പാലക്കാട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ സംഘടനയുടെ വേര് ഇപ്പോൾ പിടിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ അതേ അവസരത്തിലാണ് ഈ സംഘടന 21ാം സംസ്ഥാന സമ്മേളനം ആതിഥേയ ജില്ലയായ പാലക്കാട് ജില്ലയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. സമുദായാംഗങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ പുരോഗതിയും കാലോചിതമായ പരിഷ്കരണവുമാണ് സമ്മേളനം ലക്ഷ്യമിടുന്നത്. സമുദായത്തെയും പട്ടികജാതി വിഭാഗങ്ങളെയും ബാധിക്കുന്ന മുഖ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. കൂടാതെ അടുത്ത 3 വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതികൾക്ക് രൂപം നൽകുകയും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 500-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലർ ഷീബ സുധീഷ്, CPIM മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി K മൻസൂർ, BJP മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലിപ്പുഴ തുടങ്ങിയവർ ആശംസകൾ നേരും. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ SC അട്രോസിറ്റീസ് അതിന്റെ കൺവിക്ഷൻ റേറ്റ് 7%. 93% പെൻഡൻസിയാണ്. അത് എടുക്കുന്നില്ല. അപ്പൊ ഇത്തരം പട്ടികജാതി അതിക്രമങ്ങൾക്കെതിരെ നമ്മൾ കണിശമായി ശബ്ദമുയർത്തുന്ന സംഘടനയാണ്. ഇപ്പം
നാശനമായി നമുക്ക് നമ്മുടെ മുന്നിൽ സംഭവിച്ച നിതിൻ രാജിന്റെ മരണം നമുക്ക് ഒരിക്കലും അതിനോട് നീതീകരിക്കാൻ കഴിയില്ല. കാരണം കുറ്റവാളികൾ ഇന്ന് പുറത്താണ്. കുറ്റവാളികളെ പിടിക്കുന്നതിൽ ഭരിക്കുന്ന സർക്കാരുകൾ വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയ ഹർത്താലിനോട് നമുക്ക് പൊതുവെ എതിർപ്പാണ്. കാരണം അത് മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കലാണ്. പിന്നെ 52ഓളം പട്ടിക സംഘടനകൾ ഹർത്താൽ നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തിരുന്നു. നമ്മൾ അതിനോട് ഐക്യദാർഢ്യമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ തെരുവിലിറങ്ങി ആളുകളെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഹനിക്കുന്നതിനുള്ള രീതിയിലുള്ള അത്തരം അക്രമ പ്രവർത്തനങ്ങൾക്കൊന്നും സംഘടന മുന്നിട്ടിറങ്ങുകയില്ല എന്നുള്ളതാണ് സംഘടനയുടെ നിലപാട്. SC/ST തന്നെയാണ്. അതെ അതെ, അത് ഉൾപ്പെടുത്തിയ പെരുവണ്ണാൻ സമുദായത്തെ പണ്ട് ഉൾപ്പെടുത്തിയിരുന്നില്ല. ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് 2004 സംഘടന രൂപീകരിച്ചത്. അതിനെതിരെ ശബ്ദമുയർത്തുക. അത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോ പട്ടികജാതി ലിസ്റ്റ് തന്നെയാണ്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ സേതുമാധവൻ, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ദാമോദരൻ കുറ്റവാഞ്ചേരി, ജില്ലാ പ്രസിഡന്റ് KP ശാന്തകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. വ്യാജ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മുഖേന മൂവാറ്റുപുഴ വാളകം സ്വദേശിയുടെ 1.5 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലെ 3ാം പ്രതിയാണ് അറസ്റ്റിലായത്. വളാഞ്ചേരി ഇരുമ്പിളിയം വലിയകുന്നം കരയിൽ കൊടുമുടി ഭാഗത്ത് താമസിക്കുന്ന കുന്നത്തു വീട്ടിൽ മുഹമ്മദ് മുസ്തഫയെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ അനിൽ ജോർജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. വ്യാജ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മുഖേന മൂവാറ്റുപുഴ വാളകം സ്വദേശിയുടെ 1.5 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലെ 3ാം പ്രതിയാണ്. ഓൺലൈൻ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ അധിക ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രതികൾ കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ ട്രേഡിംഗ് കമ്പനിയുടെ വ്യാജ സൈറ്റ് ഉണ്ടാക്കി വിവിധ അക്കൗണ്ടുകൾ മുഖേന പരാതിക്കാരനിൽ നിന്നും പണം വാങ്ങിയ ശേഷം തട്ടിപ്പ് നടത്തുകയായിരുന്നു. NCRP പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത പരാതിയെ തുടർന്നാണ് കേസെടുത്തത്. CCN മലപ്പുറം. വോട്ട് എണ്ണലിന് മുന്നോടിയായുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തുതന്നെയായാലും മലപ്പുറം ജില്ലയിൽ UDFന്റെ ആത്മവിശ്വാസത്തിന് ഇടിവില്ല. മുസ്ലിം ലീഗിന് ജില്ലയിൽ ഇത്തവണ 100 മേനി വിജയമുണ്ടാകുമെന്നും മത്സരിച്ച 4 സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും UDF നേതൃത്വം അവകാശപ്പെട്ടു. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ പലതും UDFന് അനുകൂലമല്ലെങ്കിലും താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകൾ തങ്ങൾക്ക് പൂർണ്ണ വിജയമാണ് നൽകുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നു. ലീഗ് മത്സരിച്ച മണ്ഡലങ്ങളിൽ റെക്കോർഡ് ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. സംഘടനാ സംവിധാനത്തിന്റെ കരുത്തും ഭരണവിരുദ്ധ വികാരവും വോട്ടായി മാറിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതേസമയം കോൺഗ്രസ് മത്സരിച്ച 4 മണ്ഡലങ്ങളിലും വിജയം സുനിശ്ചിതമാണെന്ന് DCC നേതൃത്വവും വ്യക്തമാക്കി. പ്രവചനങ്ങൾക്കപ്പുറം വോട്ടർമാരുടെ പൾസ് തങ്ങൾക്കൊപ്പമാണെന്നും എക്സിറ്റ് പോളുകൾ പലപ്പോഴും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാണെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ജില്ലയിലെ ഭൂരിപക്ഷത്തിൽ ഇത്തവണ വലിയ വർധനവുണ്ടാകുമെന്നാണ് മുന്നണിയുടെ കണക്കുകൂട്ടൽ. വോട്ടെണ്ണൽ ദിനത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് UDF പ്രവർത്തകർ. CCN മലപ്പുറം. പിതാവ് ഓടിച്ചിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയുടെ പിൻചക്രം കയറിയിറങ്ങി 6 വയസ്സുകാരൻ മരിച്ചു. കൂറ്റനാട് പുത്തൻപീടികയിൽ ഹനീഫയുടെ മകൻ മുഹമ്മദ് ഹൈസനാണ് മരിച്ചത്. പാലക്കാട് ചാലിശ്ശേരി ആലിക്കരയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് അപകടം. ഹനീഫയും മുഹമ്മദ് ഹൈസനും ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ഡോർ തുറന്ന് ഹൈസിൻ പുറത്തേക്ക് വീഴുകയായിരുന്നു. മകനെ പിടിക്കാൻ ഹനീഫ ശ്രമം നടത്തിയെങ്കിലും കുട്ടി റോഡിൽ വീഴുകയും ഓട്ടോയുടെ പിൻചക്രം കയറി ഇറങ്ങുകയുമായിരുന്നു. ഉടൻ തന്നെ കുട്ടിയെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. CCN പട്ടാമ്പി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എറണാകുളം കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി എത്തിച്ച ആനയിടഞ്ഞ് ലോറി ഡ്രൈവർ കൊല്ലപ്പെട്ടു. കൊല്ലം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. അപകടത്തിൽ 1-ാം പാപ്പാനും 2-ാം പാപ്പാനും പരിക്കേറ്റിട്ടുണ്ട്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കൊന്നു. വോട്ടെണ്ണലിന് മുന്നോടിയായുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തുതന്നെയായാലും മലപ്പുറം ജില്ലയിൽ UDFന്റെ ആത്മവിശ്വാസത്തിന് ഇടിവില്ല. മുസ്ലിം ലീഗിന് ജില്ലയിൽ ഇത്തവണ 100 മേനി വിജയമുണ്ടാകുമെന്നും മത്സരിച്ച 4 സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും UDF നേതൃത്വം അവകാശപ്പെട്ടു.
ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തിന്റെ പോരാട്ട വീര്യവും അവകാശങ്ങളും സ്മരിച്ചുകൊണ്ട് സർവ്വദേശീയ തൊഴിലാളി ദിനം ആചരിച്ചു. കേരളത്തിലും വിവിധ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ നടത്തി. പിതാവ് ഓടിച്ചിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയുടെ പിൻചക്രം കയറിയിറങ്ങി 6 വയസ്സുകാരൻ മരിച്ചു. കൂറ്റനാട് പുത്തൻപീടികയിൽ ഹനീഫയുടെ മകൻ മുഹമ്മദ് ഹൈസിനാണ് മരിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.